പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നേ നമ്മുടെ സ്വന്തം ഉള്ളിയാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഉള്ളിയാണിത്. എല്ലാവരുടെ വീട്ടിലും കുക്കിങ്ങിന് ഉപയോഗിക്കാത്ത വീട് കുറച്ച് ചുരുക്കമാകും അല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വന്നത് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടാവും, ചിലർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിനെ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം എന്താണെന്ന്. ഇതിങ്ങനെ മുറിക്കുമല്ലോ നമ്മളിത് മുറിച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് കളറുണ്ടാവും, കണ്ടോ അല്ലേ? ഈ കറുപ്പ് കളർ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഫുഡിൽ ഒന്നിനും ആവാൻ പാടില്ല, കാണില്ലേ? എല്ലാ ഉള്ളികളിലും ഏകദേശം എല്ലാ ഉള്ളികളും ഇത് ഇങ്ങനെ തോന്നുന്നു, അറിയില്ല. അപ്പോൾ അറിയുന്നത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ളി ഉണ്ടല്ലോ, ഈ ഉള്ളിന് വന്ന് നമ്മൾ നല്ല ഇത് തൊലി കളഞ്ഞ് നല്ല കഴുകണം. ഈ കഴുകിയ ശേഷം മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് വന്നിട്ട് കയ്യിലിങ്ങനെ ആവുമ്പോൾ കണ്ടോ കരി മാതിരി വരും. ഈ കരി വന്നിട്ട് നമ്മുടെ കണ്ണിൽ, മുഖത്ത് എവിടെയെങ്കിലും കണ്ണിലൊക്കെ പെട്ടെന്ന് വെച്ചോ, അറിയാഞ്ഞിട്ട് കണ്ണിൽ പെട്ടെന്ന് വെച്ചോ. അപ്പോൾ കണ്ണ് കാണാണ്ട് പൂത്രേ. അത്രയും പവർഫുള്ളായൊരു വിഷം അത്ര ഇത്, മനസ്സിലായോ? ഭയങ്കര പവർഫുള്ളായൊരു വിഷമാണെന്നാണ് പറയണത്. അപ്പോൾ ആർക്കും ഇങ്ങനെ കണ്ണ് കാണാണ്ട് പോയത് അറിയാണ്ട് കണ്ണിലെങ്ങനെ പെട്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ അറിയാണ്ട് കണ്ണിൽ പെട്ടിട്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോയിത്രേ. അപ്പോൾ അതുകൊണ്ട് ഇത് തോലി കളഞ്ഞ ശേഷം 2-3 പ്രാവശ്യം നല്ല കഴുകണം. അതിന് ശേഷം മാത്രമേ നമ്മൾ കറിക്കായാലും എന്തിനെടുക്കാച്ചാലും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചിക്കന് എല്ലാത്തിനും കൂട്ടുകയല്ല നമ്മൾ. ഉള്ളില്ലാതെ എന്തിനും സവോള ഇല്ലാതെ ചരിത്രമില്ല പറഞ്ഞമാതിരിയാണ്. സവോള മുഖ്യമാണ് ഇത് നമ്മുടെ ഫുഡിൽ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്ക് എനിക്ക് അറിയണ്ടാവും, അറിയാത്തവർക്ക് പ്രത്യേകം പറഞ്ഞത്. നല്ലോണം എടുത്ത് ഇതേമാതിരി നല്ല 2 സൈഡും അരിഞ്ഞ്, അപ്പോൾ എല്ലാം വരുന്ന ഉള്ളിലൊക്കെ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ കുക്കിങ്ങിന് വേണ്ട വരും. കുട്ടികൾക്ക് അന്ന് ഇത് കളഞ്ഞാൽ എന്താ കളഞ്ഞില്ലെങ്കിൽ എന്തായാലും ചിന്തിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഹോട്ടലുകളിലെ കുക്ക് ചെയ്യുമ്പോൾ അവരെ കുഞ്ഞ് കഴുകുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ. പക്ഷെ നല്ല കഴുകാണ്ട് ചിലതിൽ കമ്മിയാണ് കേട്ടോ, ചിലതില്ല, കുറേശ്ശേ ഉള്ളൂ. എന്തെങ്കിലും ഇല്ലെങ്കിൽ നല്ലോണം കഴുകിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വീണ്ടും പറയുകയാണ്, ഇത് അത്ര അപാര വിഷമാണെന്നാണ് പറഞ്ഞത്. കണ്ടോ കരി എന്നല്ല, ഇതിന് ഒരു പൂപ്പലാണിത് സംഭവം. എന്നാൽ കയ്യിലെല്ലാം ഒരു പൂപ്പലാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ കാണിക്കാം. കറുപ്പ് കണ്ടോ, ഇതിലുണ്ട് ആണില്ലേ, ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് കഴുകാം. അതുകൊണ്ട് നല്ല തേച്ച് ഉരച്ച് തന്നെ കഴുകണം നമ്മൾ. വെള്ളം നോക്കും, വെള്ളത്തിൻ്റെ കളറ് മാറി കറുപ്പ് കളറായി വെള്ളം. കരിവെള്ളം മാതിരിയാണ്. നല്ല കഴുകണം കേട്ടോ. നല്ല 2-3 പ്രാവശ്യം കൈയൊക്കെ ഇട്ട് ഉരച്ച് കഴുകണം. ഇത് ഭയങ്കര വിഷമാണ് ഇതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇത് കണ്ണിൽ പെട്ടല്ലേ പറ്റില്ല, കണ്ണും കൂടെ കാണാണ്ട് പോകണം, അത്രയും പവറാത്രന്നെ. വീണ്ടും കഴുകാം. ഇതൊക്കെ ഒന്നും പൊളിച്ച് കളയാം. ഇത് തോനുണ്ട്, നിങ്ങളുടെ അടത്തി കളയാം നമുക്ക്. കണ്ടോ ആണല്ലേ? ഒന്നുകൂടി അടത്തി കളഞ്ഞു, കണ്ടോ? നല്ല പള നാക്കണം. നമ്മൾ വെങ്കായം കാശ് കൊടുത്ത് വാങ്ങിയതിൽ എന്തിനാ നമ്മൾ തെറ്റിക്കാണെന്ന് വിചാരിക്കണ്ട. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ നമുക്ക് സൂക്കട് വന്നാൽ പിന്നെ എന്തെങ്കിലും വന്നാൽ അറിയില്ല, എന്തുകൊണ്ട് വന്നു നമുക്ക് അറിയില്ലല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കുട്ടികളുടെ കയ്യിലോ മേത്തോ അതിന് കുട്ടികളെ നിന്ന് തൊടാനായിക്കരുത് അധികം ഉള്ളിയൊന്നും. കുഞ്ഞു കുട്ടികളിൽ നിന്നിട്ടുമോ അത്രയും ഇതിൽ വിഷമാണ് അത്രേ. ആ കറുപ്പ് പൂപ്പല എന്താ അറിയില്ല സംഭവം. കണ്ടോ ഇങ്ങനെ ആവണം കേട്ടോ. ഉള്ളി നല്ല കഴുകിക്കോളും, നല്ല ഉരച്ച ശേഷം തന്നെ കഴുകണം, മനസ്സിലായില്ലേ? കണ്ടോ പളന്നായില്ലേ? ഇതേമാതിരി ആക്കണം. ഇതേമാതിരി ആക്കിയ ശേഷം നമ്മൾ കറിക്കും പിന്നെ എല്ലാത്തിനും എടുക്കാൻ പാടുള്ളൂ. കഴിക്കാൻ എന്തിനായാലും കഴുകാണ്ട് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ സവാളയൊന്നും കൂട്ടരുത്. എല്ലാ പച്ചക്കറിയും തന്നെയാണ്, പക്ഷെ പ്രത്യേകിച്ച് ഇതങ്ങനെ കറുപ്പും ഒക്കെ ഉള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, പൂത്തതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കി ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതെങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.